ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരുന്നത് എന്നാണ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, ഞാനാകുന്ന വിശ്വാസി എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവേ, ഞാൻ എന്നെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി ആരാധന, സ്തുതി ആരാധന, മഹിമാരാധന, മഹിമാരാധന. റിയ 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 റിയ. പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം കടന്നു വരട്ടെ. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ച് ധ്യാനിക്കാൻ പോകുമ്പോൾ അങ്ങയുടെ അനുഗ്രഹം ആഴത്തിൽ അനുഭവിച്ചറിയുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ നല്ല ദൈവമേ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 9-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തിനോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, വിശ്വാസിയായ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെ, ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ അടിത്തറമേലാണ് നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. എന്തെന്നാൽ നമ്മൾ വിശ്വാസത്തിലൂടെയാണ് രക്ഷിക്കപ്പെട്ടത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 8-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെയൊക്കെ പ്രയത്നങ്ങളിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും ദാനധർമ്മങ്ങളിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? ഇന്നത്തെ ദിവസം നമ്മുടെ അങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആ പ്രവണതയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കൂടുതൽ ആഴത്തിൽ അവിടുന്നുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ആ വിശ്വാസം വഴി നമുക്ക് ലഭിക്കുന്ന കൃപയാൽ രക്ഷിക്കപ്പെടുവാനുമുള്ള ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരിക്കൽ കൂടി ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവേ, അങ്ങയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപയേകി ഇന്നെന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയിലുള്ള വിശ്വാസത്തിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന കൃപയാലാണല്ലോ ഞാൻ രക്ഷിക്കപ്പെട്ടത്. അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗം അങ്ങനെയുള്ള വിശ്വാസമാണ് എന്ന് ഇന്നത്തെ ദിവസം നീ എന്നെ പഠിപ്പിച്ചു തന്നല്ലോ. കർത്താവേ, എന്നെ എൻ്റെ വരും ദിനങ്ങളിൽ അങ്ങനെയുള്ള വിശ്വാസത്തിൽ വളരുവാനുള്ള കൃപയേകി എന്നെ അനുഗ്രഹിക്കണമേ നാഥ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.